വീണ്ടും വിശദമായി വരുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അബ്ദുൾ നാസറാണ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്. ഇയാളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിനാണ് ഇയാൾ ചോദ്യപേപ്പർ നൽകിയതെന്നാണ് കണ്ടെത്തൽ. സജീവ് സി വാര്യർ ചേരുന്നുണ്ട്. സജീവ്, എന്താണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ? വിശദാംശം. സജിത്ത്, കഴിഞ്ഞ മാസം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ കൊടുവള്ളിയിൽ നിന്നാണ് പിടികൂടിയത്. മലപ്പുറം സ്വദേശിയായ ഫഹദ്, കോഴിക്കോട് സ്വദേശിയായ ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിലൂടെയാണ് MS സൊല്യൂഷൻസിന് ഈ ചോദ്യപേപ്പറിലെ കണ്ടന്റ്, അതിന്റെ വിവരങ്ങൾ ലഭ്യമായതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു, ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അതുപ്രകാരം ആണ് അവർ അറസ്റ്റിലായത്. ഇവർ റിമാൻഡിലാണ്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അബ്ദുൾ നാസർ എന്ന പ്യൂണിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫഹദിന് വിവരങ്ങൾ കൈമാറിയത് ഈ അബ്ദുൾ നാസറാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതുപ്രകാരമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. കൂടുതൽ പേര് അറസ്റ്റിലുണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എങ്കിൽ പോലും കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എന്നെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും 3 പാദ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ, ചോദ്യപേപ്പറുകളിൽ SSLC +1 പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രമനമ്പർ പോലും തെറ്റാതെ ലഭ്യമാക്കിയിരുന്നു യൂട്യൂബ് ചാനലിൽ. MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇത് കണ്ടെത്തിയത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ യൂട്യൂബ് ചാനലിന്റെ വരിക്കാരായി ചേർന്നിരുന്നു എന്നെല്ലാം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഒടുവിൽ ഇതിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ പ്യൂണിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ലഭ്യമാകും. SP-യുടെ വാർത്താസമ്മേളനം അല്പസമയത്തിനുണ്ടാകും. യെസ്, അതാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഏറ്റവും ഒടുവിൽ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം എത്തുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി. എയ്ഡഡ് സ്കൂളിലെ പ്യൂൺ ആണ് ചോർച്ച നൽകിയത് എന്നതാണ് വിവരം. MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിന് ഈ ചോദ്യങ്ങൾ ചോർത്തി നൽകിയ ഇയാളാണെന്ന കണ്ടെത്തലിലേക്ക് വരുന്നു. അല്പസമയത്തിനുള്ളിൽ പോലീസിന്റെ ഇത് സംബന്ധിച്ച ബ്രീഫിംഗ് ഉണ്ടാകും. ഇയാൾ കഴിഞ്ഞ വർഷവും പിന്നെ പ്രതിക്ക് കൊടുത്തായി പറഞ്ഞിട്ടുണ്ട്. കാരണം അയാൾ ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട്, അതിനു വേണ്ടിയായിരിക്കും. പക്ഷെ ഇതുപോലെയുള്ളൊരു യൂട്യൂബിൽ കൂടി പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സ്കൂളുകളിലൊക്കെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്ന ഒരു രീതിയുണ്ട്. അതിന്റെ ഒരു സെക്യൂരിറ്റി, സേഫ്റ്റി എന്ന് പറയുന്നത് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അപ്പം സ്കൂള് ഇയാൾ ഒരു പ്യൂൺ എന്ന നിലയ്ക്ക് ആകെ ആക്സസ് ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇയാൾ അത് ദുരുപയോഗം ചെയ്ത് കൊടുത്തായിട്ടാണ് മനസ്സിലാകുന്നത്. ഫഹദിന് ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതായി പറഞ്ഞു. പിന്നെ അത് പബ്ലിഷ് ചെയ്ത് വന്നോ നമുക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷവും ഇങ്ങനെ കൊടുത്തതായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വർഷമായി അയാള്. എത്ര വർഷം? 2007 മുതൽ അയാൾ ജോലി ചെയ്യുന്നു. അല്ല, അതാ പറഞ്ഞത്, അത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ നോക്കണം. അയാൾ പ്രതി ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല. ആ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ നോക്കേണ്ടതുണ്ട്. അത് പക്ഷെ അത് അപ്പോഴേക്ക് പിന്നെ MS സൊല്യൂഷന്റെ ഈ പ്രശ്നം വന്നുകൊണ്ട് അവർക്ക് പിന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നല്ലോ. വലിയ പ്രശ്നമാവുകയും വിദ്യാർത്ഥി സംഘടനകൾ സമരം ആരംഭിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് പിന്നെ അത് നിർത്തിവെച്ചല്ലോ. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൊടുത്തായിട്ട് ഇപ്പോൾ സയൻസ് സബ്ജക്ട്, കാരണം ഇവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സയൻസ് സബ്ജക്റ്റിലാണ്. പിന്നെ +1 +2 +1 ആണ് പറഞ്ഞിരിക്കുന്നത്. +1-ലാണ് നമുക്ക് ചോർത്തൽ സംഭവിച്ചതായും പ്രൊഡിക്ഷനിൽ വന്നതായിട്ടും പറഞ്ഞിരിക്കുന്നത്. മാത്സ് 3 വിഷയങ്ങൾ ചോർത്തിയിരുന്നു, പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല. അതിന് ചിലപ്പോൾ പറഞ്ഞു ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എടുത്തിരുന്നു, പക്ഷെ പ്രശ്നം വന്നുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അല്ല, നമ്മള് പിന്നെ SSLCയുടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ +1-ന്റെ മാത്സും ആണ് MS സൊല്യൂഷൻസിൽ പ്രൊഡിക്ഷനിൽ ചോർത്തപ്പെട്ടതായിട്ട് ആരോപണം വന്നത്. കെമിസ്ട്രി, ബയോളജി എടുത്തിരുന്നതാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഈ കേസിൽ സുപ്രധാനമായ നീക്കം ക്രൈംബ്രാഞ്ച് നടത്തിക്കഴിഞ്ഞു.
ഇതിൽ ഗൂഢാലോചന നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലെ ആരെങ്കിലുമായി പ്രതികൾക്ക് ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടില്ല. മൊബൈലുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഈ നാസർ ജോലി ചെയ്യുന്ന സ്കൂളിലെ പ്യൂണായ നാസർ ജോലി ചെയ്യുന്ന സ്കൂളിൽ നേരത്തെ HM ആയിരുന്നു ഈ ഫഹദ്. MS സൊല്യൂഷൻസിലെ ഫഹദ് എന്ന കണ്ടെത്തൽ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്.